ബാങ്കിംഗ് സെക്ടറിന്റെ ജാതകം എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്ന് നമുക്ക് സിമ്പിളായി നോക്കാം. ഇൻവെസ്റ്റ്മെന്റിലൂടെ ഹ്യൂജ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് പഠിച്ചുകൊണ്ട് തന്നെ ചെയ്യണം. ഇന്ന് 100 രൂപ വിലയുള്ള ഒരു ഷെയർ അടുത്ത 5 മുതൽ 10 വർഷത്തിനുള്ളിൽ 500 രൂപയോ 1000 രൂപയോ ആകാൻ സാധ്യതയുണ്ടോ എന്ന് ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, ഇന്നത്തെ റേഷ്യോസ് നോക്കി മനസ്സിലാക്കുന്നിടത്താണ് അതിന്റെ രഹസ്യം കിടക്കുന്നത്. ബാങ്കിംഗ് സെക്ടറിനെ നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാം എന്ന് ഇന്ന് നോക്കാം. ബാങ്കിംഗ് സെക്ടറിനെ പ്രധാനമായും 7 രീതിയിലാണ് ഞാൻ അനലൈസ് ചെയ്യാൻ പോകുന്നത്. 1 ഈസ് പ്രോഫിറ്റബിലിറ്റി, 2 ഈസ് അസറ്റ് ക്വാളിറ്റി, 3 ക്യാപിറ്റൽ സ്ട്രെങ്ത്, 4 ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി, ഫണ്ടിംഗ് ആൻഡ് ലിക്വിഡിറ്റി, 6th ഈസ് ഗ്രോത്ത്, ലാസ്റ്റ് 1 ഈസ് ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ. ഇനി നമുക്ക് ഓരോ സെക്ഷനിലുമുള്ള റേഷ്യോസ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു ബാങ്കിന്റെ പ്രോഫിറ്റബിലിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ ഏതൊക്കെ റേഷ്യോസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്? 1 റിട്ടേൺ ഓൺ ഇക്വിറ്റി, 2 ഈസ് റിട്ടേൺ ഓൺ അസറ്റ്, 3 ഈസ് ഏർണിംഗ്സ് പെർ ഷെയർ, The 4th ഈസ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ. ഇനി നമുക്ക് ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് നോക്കാം. റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഷെയറിൽ എത്ര റിട്ടേൺ കിട്ടും എന്നുള്ള പെർസെൻറ്റേജ് ആണ്. റിട്ടേൺ ഓൺ അസറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ അസറ്റിന് എത്ര റിട്ടേൺ കിട്ടും എന്നുള്ള പെർസെൻറ്റേജ് ആണ് റിട്ടേൺ ഓൺ അസറ്റ്. EPS എന്ന് പറഞ്ഞാൽ ഒരു ഷെയറിൽ എത്ര ഏർണിങ്സ് വരുന്നുണ്ട്, ടോട്ടൽ ഏർണിങ്സിനെ ടോട്ടൽ ഷെയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ട്, അതാണ് EPS. ആൻഡ് ദ ലാസ്റ്റ് ഈസ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ. ബാങ്ക് ഡെപ്പോസിറ്റ് വാങ്ങുമ്പോൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റും അതുപോലെ ലോൺ കൊടുക്കുമ്പോൾ വാങ്ങുന്ന ഇൻട്രസ്റ്റും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവും, ഒരു പെർസെൻറ്റേജ് ഡിഫറൻസ്. ആ പെർസെൻറ്റേജിനാണ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എന്ന് പറയുന്നത്. അടുത്തതായി ബാങ്കിന്റെ അസറ്റ് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ റേഷ്യോസ് ആണ് നോക്കേണ്ടതെന്ന് നോക്കാം. 1 ഈസ് GNPA, ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ്സ്. The second one is net and non-performing assets, അഥവാ NNPA. And the last one is PCR, that is provision coverage ratio. ബാങ്കിൽ ലോൺ കൊടുത്തതിന് ശേഷം ഇൻട്രസ്റ്റോ ക്യാപിറ്റലോ റിട്ടേൺ ആയി 3 മാസത്തിനുള്ളിൽ ലഭിക്കാത്ത ലോണുകളെയാണ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറയുക. അപ്പോൾ ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര ബാഡ് ലോൺസ് ബാങ്കിനുണ്ട് അതിൻ്റെ കണക്കിനാണ് ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറയുക. നെറ്റ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്നാൽ ബാങ്ക് അതിനുവേണ്ടി ബാഡ് ലോണിന് വേണ്ടി ബാങ്ക് തന്നെ കുറച്ച് എമൗണ്ട് പ്രൊവൈഡ് ചെയ്യും, പ്രൊവിഷൻസ് ചെയ്യും. ആ പ്രൊവിഷൻസ് മൈനസ് ചെയ്തിട്ടുള്ള ടോട്ടൽ ബാഡ് ലോൺസ് എത്രയുണ്ട് അതാണ് നെറ്റ് നോൺ പെർഫോമിംഗ് അസറ്റ്സ്. ആൻഡ് ദ PCR ഈസ് പ്രൊവിഷൻ കവറേജ് റേഷ്യോ. എത്ര ശതമാനം, അതായത് ബാഡ് ലോണിൻ്റെ എത്ര ശതമാനമാണ് ബാങ്ക് കവർ ചെയ്യുന്നുള്ളത്, അതിൻ്റെ റേഷ്യോ ആണ് PCR. അടുത്തതായി ബാങ്ക് എത്ര എഫിഷ്യൻ്റ് ആയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനുള്ള കോസ്റ്റ് ടു ഇൻകം റേഷ്യോ. അടുത്തതായി ബാങ്കിന്റെ ഗ്രോത്ത് ആണ്, അതായത് ലോൺ ഗ്രോത്ത് എത്രയുണ്ട്, അതുപോലെ ഡെപ്പോസിറ്റ് ഗ്രോത്ത് എത്രയുണ്ട്. അതുപോലെ തന്നെ ഷെയർ ഹോൾഡർ വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ROEയും പ്രൈസ് ടു ബുക്ക് റേഷ്യോയും. അതായത് ഒരു ബാങ്ക് കണ്ടിന്യൂസ് ആയിട്ട് നല്ല ROE ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ബാങ്കിന്റെ പ്രൈസ് ടു ബുക്ക് റേഷ്യോ 1ൽ നിന്നും 2, 3 അതുപോലെ കൂടി പോകുന്നതായിരിക്കും. ബാങ്കിന്റെ ക്യാപിറ്റലിന്റെ എത്ര ശതമാനമാണ് റിസ്കി ലോണിന് വേണ്ടി അലോക്കേറ്റ് ചെയ്ത് എന്നറിയാൻ വേണ്ടിയുള്ള റേഷ്യോ ആണ് ക്യാപിറ്റൽ അഡിക്വേറ്റ് റേഷ്യോ അഥവാ CAR. ഏതൊരു ബാങ്കിന്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യമാണ് ലിക്വിഡിറ്റി ആൻഡ് ഫണ്ടിങ്. ബാങ്കിന് മെയിനായി ലിക്വിഡിറ്റി ലഭിക്കുന്നത് സേവിങ്സ് അക്കൗണ്ട്, കറന്റ് അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആൻഡ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്നിവ വഴിയാണ്. കറന്റ് അക്കൗണ്ടും സേവിങ്സ് അക്കൗണ്ടും വളരെ ലോ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുമ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കണം, റിക്കറിംഗ് ഡെപ്പോസിറ്റിനും ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കണം. അപ്പോൾ ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ കിട്ടുന്ന എമൗണ്ടും ഫിക്സഡ് ഡെപ്പോസിറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന റേഷ്യോ ആണ് കാസ റേഷ്യോ. ഇനി നമുക്ക് IDFC ബാങ്കിൻ്റെയും ഫെഡറൽ ബാങ്കിൻ്റെയും ചില റേഷ്യോസ് ചെക്ക് ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് ഇത് രണ്ടിൻ്റെയും ഓപ്പറേഷൻ ടോട്ടലി ഡിഫറെൻ്റ് ആണ് എന്ന് നമുക്ക് നോക്കാം. ബാങ്കിൻ്റെ ഈ റേഷ്യോസ് ഇതുപോലെ ChatGPTയിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ കണ്ടുപിടിക്കാം. അടുത്തതായി ഫെഡറൽ ബാങ്കിനെയും IDFC ബാങ്കിനെയും നമുക്ക് അനലൈസ് ചെയ്യാം. ലാസ്റ്റ് 3 ഇയേഴ്സിൽ IDFCയുടെയും ഫെഡറൽ ബാങ്കിൻ്റെയും ഷെയർ പ്രൈസ് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റേത് ഏകദേശം 167% ഗ്രോ ചെയ്തിട്ടുണ്ട്. എന്നാൽ IDFC ബാങ്കിൻ്റേത് ഓൺലി 1 to 2% മാത്രമേ ഗ്രോ ചെയ്തിട്ടുള്ളൂ. IDFCയുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 6% ആണെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെത് 3% മാത്രമാണ്. ഫെഡറൽ ബാങ്കിന്റെ കാസ റേഷ്യോ 30% ആണെങ്കിൽ IDFC ബാങ്കിൻ്റെത് 46% ആണ്. രണ്ട് ബാങ്കിന്റെയും ക്യാപിറ്റൽ അഡിക്വേറ്റ് റേഷ്യോ സെയിം ആണ്, ഓൾമോസ്റ്റ് 16%. രണ്ട് ബാങ്കിന്റെയും നോൺ പെർഫോമിംഗ് അസറ്റും സെയിം ആണ്, 1.8%. എന്തുകൊണ്ട് ഫെഡറൽ ബാങ്ക് 167% റിട്ടേൺ തരുമ്പോൾ
IDFC ബാങ്ക് ഫ്ലാറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് റിട്ടേൺ തന്നു. അവിടെയാണ് കോസ്റ്റ് ടു ഇൻകം റേഷ്യോയുടെ ഇമ്പോർട്ടൻസ്. IDFC ബാങ്കിന്റെ കോസ്റ്റ് ടു ഇൻകം റേഷ്യോ 70 ആണെങ്കിൽ ഫെഡറൽ ബാങ്കിന്റെ കോസ്റ്റ് ടു ഇൻകം റേഷ്യോ 50 ആണ്. അതായത് IDFC ബാങ്ക് 100 രൂപ ഉണ്ടാക്കുമ്പോൾ 70 രൂപ സ്പെൻഡ് ചെയ്യണം. എന്നാൽ ഫെഡറൽ ബാങ്ക് 100 രൂപ ഉണ്ടാക്കുമ്പോൾ 50 രൂപ മാത്രം സ്പെൻഡ് ചെയ്താൽ മതി. അവിടെ ഫെഡറൽ ബാങ്കിന് 50 രൂപ ലാഭം ലഭിക്കുമ്പോൾ IDFC ബാങ്കിന് വെറും 30 രൂപ മാത്രമേ ലാഭം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ IDFC ബാങ്കിന്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റി 4% ഒതുങ്ങുമ്പോൾ HDFC ബാങ്കിന്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റി 13%ലേക്ക് കൂടി. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് കൂടുതലായി ഫെഡറൽ ബാങ്കിനെ വിശ്വസിക്കുകയും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഫെഡറൽ ബാങ്കിൽ നടത്തുകയും ഫെഡറൽ ബാങ്കിന്റെ വാല്യുവേഷൻ 167% ഇൻക്രീസ് ആവുകയും ചെയ്തു. എന്നാൽ വരുന്ന വർഷങ്ങളിൽ IDFC ബാങ്കിന് കോസ്റ്റ് ടു ഇൻകം റേഷ്യോ കുറക്കാൻ സാധിച്ചാൽ, റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് ഫെഡറൽ ബാങ്കിനേക്കാളോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിനേക്കാൾ കൂടുതൽ മികച്ച ബാങ്കായി മാറാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനും അതുപോലെ കാസ റേഷ്യോവും ഫെഡറൽ ബാങ്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡബിൾ ആണ്. എല്ലാത്തിനും പുറമെ പ്രൊമോട്ടേഴ്സിന്റെ ക്വാളിറ്റി കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് പോപ്പുലർ ആയിരിക്കുന്ന ഈ സമയത്ത് ടിപ്സ് ഫോളോ ചെയ്യാതെ ഇതുപോലുള്ള നമ്പേഴ്സ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യുക. വൈസായി ഇൻവെസ്റ്റ് ചെയ്യുക. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.